സെപ്റ്റി ടാങ്കിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെപ്റ്റി ടാങ്കിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് പ്ലംബിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓവർഫ്ലോയുടെ ഭാഗത്ത്, അതായത് സെപ്റ്റി ടാങ്കിന്റെ ഔട്ട്ഫ്ലോ ഉള്ള ഭാഗത്ത് ചെല്ലുമ്പോൾ ആ ഔട്ട്ഫ്ലോ ഹോളിൽ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ടീ ആണ് ഫിറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഈ ടീ ഫിറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ടീ ഇങ്ങനെ ഫിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഇതാണ് ഈ ഹോൾ കണ്ടോ, ഇതാണ് ഓവർഫ്ലോയുടെ ഔട്ട്ഫ്ലോ. അപ്പോൾ ഇതിന്നാണ് നമ്മുടെ ഓവർഫ്ലോ ടാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ടീ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടീ ഇങ്ങനെ നിൽക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഹോളിൽ ഇങ്ങനെ നിൽക്കും. ഈ ഹോളിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ലെവൽ ഇവിടം വരെയാവും. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഹ്യൂം വേസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലും കനം കുറഞ്ഞ ആ ഭാഗം, അതിന് സ്കം എന്ന് പറയും, അത് ഇവിടം വരെയായിട്ട് വന്ന് നിൽക്കും. വേണമെങ്കിൽ ഒരു പൈപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെറുതായിട്ട് വേണമെങ്കിൽ താഴ്ത്താം. അപ്പോൾ എന്തെങ്കിലും ഭാഗം കൊണ്ട് ഇത് ഇത്രയും ഭാഗത്ത് നിൽക്കും. അപ്പോൾ അത് നമ്മുടെ ഓവർഫ്ലോ ടാങ്കിലേക്ക് കടന്നു പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ഈ ഒരു പോർഷൻ മാത്രമാണ് ഫിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഇങ്ങനെ ഈ ടീ ഇല്ല, ഇത് മാത്രമാണ് ഫിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹ്യൂം വേസ്റ്റിൻ്റെ ചില സ്കം എന്ന് പറയുന്നത്, അതായത് കട്ടി കുറഞ്ഞ ഭാഗമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ചാടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ടീ എടുത്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്.